അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് പോലെ അൽഹംദുലില്ലാഹ് നമ്മൾക്കും ഇന്ന് ചെമ്മീനാണ് കിട്ടീന്. ആ ചെമ്മീൻ കിട്ടുന്നുണ്ട്. ചെമ്മീൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ ഒന്ന് മുളക് ഇറക്കി വെക്കാം. ചെമ്മീനിവിടെ മുളക് ഇറക്കി വെക്കാം. ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെക്കട്ടെ. എന്നിട്ട് മസാല ആക്കാം. ഇത് കാണിക്കാം. എനിക്കില്ല ഉള്ളി മസാല വേവിക്കാനില്ല. 3 തക്കാളി, 4 ഉള്ളി, കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് 2 വിസിലിടും. രണ്ട് വിസിലിട്ടാൽ ഉള്ളി നല്ലോണം വെന്ത്, ഉള്ളിയും തക്കാളിയിലും വെന്ത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ചെമ്മീൻ പൊരിച്ചിട്ട് ചേർക്കാം. അതൊക്കെ വിസിലടി. നമുക്ക് ചെമ്മീൻ പൊരിക്കാനിടാം. നല്ലോണം നെയ്യ് ചൂടായിട്ടുണ്ട്. ചെമ്മീൻ പൊരിക്കാം. ബിരിയാണി ആക്കാനുള്ള നെയ്ച്ചോറ് വെക്കാനുള്ള പാത്രം ഇട്ട് വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് വെക്കേണ്ട പാത്രം ഇട്ട് വെച്ച് എണ്ണ പോർന്ന് കുറച്ച് 6 kg ആക്കി എണ്ണ ചൂടായിട്ടുണ്ട്. ഉള്ളിയിടാം. ഉള്ളി നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട്. പൊരിഞ്ഞു പോയി. അത് 2.5 ഗ്ലാസ് അരിയാണ്. 4 ഗ്ലാസ് വെള്ളം. കുറച്ച് വെള്ളം കൂടുന്ന അരിയാണ്. ഇതിനകത്ത് പട്ട, ചപ്പ് എല്ലാം ഇടാം. എല്ലാം ഇട്ട് കുറച്ച് ഉപ്പ് ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളക്കട്ടെ. അപ്പോഴേക്ക് അരി കഴുകിയിട്ട് വെള്ളം ഇട്ടിട്ട്
നെയ്ച്ചോറ് വെക്കുന്ന അരി ഈ ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അരി എടുത്ത്, ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അരി, 2.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. ഈ അരിക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണമെങ്കിൽ അരി ചോറ് നിൽക്കാം. ചെമ്മീൻ മസാലേൻ്റെ ഉള്ളിയും തക്കാളിയുടെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് ഇറച്ചി മസാല ഇടാം, വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇടാം, നല്ല മിക്സാക്കട്ടെ. കുറച്ച് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ പൊരിച്ചതിടാം. ചെമ്മീൻ പൊരിച്ചതിടായിട്ടുണ്ട്. അത് കുറച്ച് മിക്സ് ആയി കഴിഞ്ഞിട്ട് ഈ ചെമ്മീൻ പൊരിച്ചതനുസരിച്ച് ചേർക്കാം. നെയ്ച്ചോറിൻ്റെ വെള്ളം നല്ലോണം തിളച്ചിട്ട് അതിനകത്ത് കുറച്ച് കരിയാപ്പില ചപ്പിട്ടിട്ടുണ്ട്. അരി നമുക്ക് തട്ടാം. നല്ലോണം തിളക്കട്ടെ. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് പൊത്തി വെക്കാം. നല്ല ചെറാട്ട് ചെമ്മീൻ പൊരിച്ച് നമുക്ക് തട്ടാം. മസാല ഉള്ളി മസാലയിൽ ചെമ്മീൻ പൊരിച്ച് തട്ടിയിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മല്ലിയില ഇടാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് സെറ്റാട്ട്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഇടായിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ദമ്മിടാം. ചെമ്മീൻ മസാല ഇടായിട്ടുണ്ട്. നമുക്ക് ഇനി ദമ്മിടാം. ദമ്മിടായി കുറച്ച് പനിനീർ, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത്. ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് മല്ലിച്ചപ്പിട, ചെമ്മീൻ മസാല ഇടാം. അതിൻ്റെ മുകളിൽ ചോറ്. ഒരു കൈയോടെ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ശരിയാകാത്തത്. മോൻ്റെ ഭാര്യയാണ് വീഡിയോ പിടിക്കൽ. അപ്പോൾ ഇടയിലുള്ള ഡോക്ടർ പോയി. അപ്പം എനിക്ക് ഇതൊറ്റക്ക് വീഡിയോ പിടിച്ചിട്ട് അറിയില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റാവുമെന്നറിയില്ല, ശരിക്കാവുമെന്നറിയില്ല. നമ്മൾ കുറച്ച് ആർക്കി വെച്ച് പോരാ. ഇനി ഇത് ദമ്മായിട്ട് നമുക്ക് അടച്ചു. അസ്സലാമു അലൈക്കും. നമ്മൾ ചോറ് ദമ്മായി. ഇനി നമ്മൾ മോൻ ഷെരീഫിന് തിന്നാൻ കൊടുക്കാൻ പോകും. അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയായി.
പിന്നെ എല്ലാവരും തിന്നാൻ പോയിന്ന്. എല്ലാവരും നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്നും ആരും ചെയ്യുന്നൊന്നും കാണില്ല, ലൈക്കും ഇല്ല, സബ്സ്ക്രൈബറും ഇല്ല, ഒന്നുമില്ല. ബിരിയാണി ഇടായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി പൊരിച്ചിട്ടിന്. എൻ്റെ മോൻ ഷെരീപ്പിന് ഞാൻ തിന്നാൻ കൊടുക്കട്ടെ. കയ്യിലല്ലേ ചൂടുണ്ടേ. ഉള്ളു തളിച്ചു തരാം. എല്ലാവരും നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.